ബിഗ് ബോസ് സീസൺ 6 രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരുപാട് കോൺട്രവേഴ്സികളും ഒരുപാട് ട്വിസ്റ്റുകളും ഉണ്ടാക്കിയ ഒരു സീസണാണ് ഈ 2024 സീസൺ 6 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു. പുറത്ത് വളരെ നല്ല നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അത് ഉള്ളിലും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്നലെ ഒരു രാവിലത്തെ ഏർലി മോർണിംഗ് ടാസ്കിൻ്റെ സമയത്ത് തന്നെ അതായത് ഗബ്രിയും ജാസ്മിനും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറയുന്നു. അതേപോലെ തന്നെ നമ്മളെ സിജോ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ, ഗബ്രിയോടാണ് പറയുന്നത്, നിൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല നീ ഇങ്ങനെ കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ചർച്ച തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര വിഷയവും കാര്യങ്ങളും ഉടക്കമൊക്കെ ആയിരുന്നു അവിടെ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ജാസ്മിനെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിച്ചിട്ട് ജാസ്മിൻ്റെ അച്ഛന് ജാസ്മിൻ്റെ അച്ഛന് ജാസ്മിനോട് സംസാരിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം അതിൽ നിന്ന് പുറത്തിറങ്ങിയ ജാസ്മിൻ ഭയങ്കര ഇമോഷണലായിട്ട് കാര്യം നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള ആക്ടിങ് ആയിരുന്നെങ്കിലും ഭയങ്കര ഇമോഷണലായിട്ട് വന്ന് ഗബ്രിയോട് പറയുന്നു, അച്ഛന് ഓപ്പറേഷനാണ്, ബ്ലോക്കാണ്, അച്ഛൻ ഇങ്ങനെ വരാനുള്ള കാരണം ഞാനാണ്, നമ്മളിതിനകത്തെ എന്തോ നെഗറ്റീവാണ്, അവർക്കത് നെഗറ്റീവായിട്ട് ബാധിച്ചു, നമ്മളുടെ അതായത് ഒരുമിച്ചിരിപ്പ് കുറയ്ക്കണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഒരു അൺഫെയർ ഗെയിം കളിച്ചു എന്നുള്ളതാണ്. കാരണം 2 ആഴ്ച ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് വെളിയിൽ നെഗറ്റീവാണ്, ഇത് വട്ടത്തിൽ നിർത്തണം എന്ന് പറയുന്നത് ഭയങ്കര മോശം ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പം ജാസ്മിൻ ഈ ഒരു സീസൺ 6 വിന്നർ ആവുകയാണെങ്കിൽ കൂടി ആ ഒരു വിജയത്തിനൊട്ടും വാല്യൂ ഇല്ല എന്നെനിക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു 2 വീക്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അതായത് ബാക്കി ആർക്കും കൊടുക്കാത്തൊരു എന്താ ഇനി പറയുന്നത്, ഇപ്പം ഇളവെന്ന് തന്നെ പറയാമല്ലേ, അത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് ബാക്കി 17 കണ്ടസ്റ്റൻസിനും ഇല്ലാത്തൊരു പ്രത്യേകത എന്താണ് ജാസ്മിനുള്ളത്? വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ അതിന് ഏറ്റവും നല്ലത്, അല്ലാതെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം ഇന്നലെ ആ ഒരു ജാസ്മിൻ ഗബ്രി ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു, അവർ തമ്മിൽ വലുതായിട്ട് മിണ്ടുന്നില്ല. ജാസ്മിൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതായത് ബാക്കിയുള്ളവർ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. പക്ഷേ ഗബ്രി ഒരു സംഭവമാണ്. കാരണം ഇന്നലെ ഇത്രയും പ്രശ്നം നടന്ന് ജാസ്മിൻ അവിടെ കരഞ്ഞ് നേരത്തെ ഉറങ്ങി. അവിടെ ഗബ്രി എടുത്ത് ആളെ പിടിച്ചു എന്നുള്ളതാണ്. രാത്രി ഒരു 10-11 മണിയായപ്പം റസ്മിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട്, നീയാണ് ഇവിടെ ഞാനിപ്പോൾ ഏറ്റവും വിശ്വസിക്കുന്ന ആൾ, എനിക്ക് നിന്നോടാണ് ട്രസ്റ്റ്, ജാസ്മിൻ കഴിഞ്ഞിട്ട് നിന്നോട് ട്രസ്റ്റ്, ഞാൻ അവളെ ഒഴിവാക്കുകയാണെന്നുള്ള സംസാരിക്കുന്നു. അവൻ നേരെ അടുത്ത ആളെ പിടിച്ചു. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അതായത് സീസൺ 6 ഏറ്റവും ആൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരാൾ ഗബ്രി ആണ് എന്നൊരു ഫീൽ എനിക്കുണ്ടായി. കാരണം അതിനകത്ത് അർജുനെ ഇഷ്ടമല്ല, സിജോയെ ഇഷ്ടമല്ല, റോക്കിയെ ഇഷ്ടമല്ല, ജിൻഡോ ഇഷ്ടമല്ല, സുരേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ 3 പേര്, സിജോ, റോക്കി, അർജുൻ, ഇവരെ 3 പേരെ ഇഷ്ടമല്ല ഗബ്രിക്ക്. അതുപോലെ തന്നെ ഗബ്രിക്ക് ഒരു പെൺകുട്ടി ഇല്ലാണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഈ ഒരു 2 വീക്ക് കൊണ്ട് നമ്മൾ കണ്ടതാണ്. ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ അടുത്ത പെണ്ണിനെ പിടിക്കുക എന്നുള്ളതാണ്. അതിപ്പം ഒന്നെങ്കിൽ ശ്രീതു ആയിരിക്കാം, അല്ലെങ്കിൽ രശ്മിനായിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിനായിരിക്കാം. ജാസ്മിനായിട്ടായിരുന്നു കൂടുതൽ. ഇനിയിപ്പോൾ രശ്മിൻ ഔട്ടായി കഴിഞ്ഞാൽ ശ്രീതുവിനെ പിടിക്കും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് നടക്കുന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഗബ്രി കളിക്കുന്നത് ഭയങ്കര സേഫായിട്ടുള്ള കളി. അതായത് ഫസ്റ്റ് വീക്ക് തന്നെ ആ ഒരു പവർ ടീമിൽ കയറുന്നു, 2 വീക്ക് പവർ ടീമിലാവുന്നു, ജാസ്മിനെയും പവർ ടീമിൽ കൊണ്ടിരുന്നു. അപ്പം 2 വീക്കായിട്ട് നോമിനേഷൻ എന്താണെന്നറിയില്ല, നോമിനേഷനിൽ പോകേണ്ട ആവശ്യമില്ല, മൊത്തത്തിലൊരു സേഫ് ഗെയിമാണ് കളിക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണല്ലോ, അവിടെ ക്ലിയർ ചെയ്യാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ഗബ്രി ബാക്കിയുള്ളവരെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു മാനിപ്പുലേഷൻ ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതോ പ്ലാൻ ചെയ്ത് കളിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും നല്ല വെറുപ്പീരാകുന്നുണ്ട്. അത് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും നല്ല രീതിയിൽ വെറുപ്പീരാകുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അവർ ലൈവ് ചാറ്റ് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. ലൈവ് ചാറ്റിൽ ഗബ്രിയെ തെളിവിളിക്കാത്തതായിട്ട് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ജാസ്മിൻ്റെ BR ചെയ്യുന്ന കുറച്ച് പിള്ളേരല്ലാതെ ബാക്കി ആരും അവിടെ ഒരു പോസിറ്റീവ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ഒരു നോമിനേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗബ്രി ഔട്ടാവും. കാരണം ഗബ്രിയാണ് അവിടെ ഏറ്റവും കുറച്ച് ആളുകൾക്ക് അറിയാവുന്നൊരു കണ്ടസ്റ്റൻറ്റ്. അതായത് പുറത്ത് ജാസ്മിൻ ഒരു യൂട്യൂബറാണ്, മില്യൺസ്, അത് 1 മില്യനോ 2 മില്യനോ എന്തോ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസറിന് എന്തായാലും കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റും. അപ്പം അത്രയും പോലും ഗബ്രിക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഗബ്രി നോക്കിയത് വലിയൊരു ഇൻഫ്ലുവൻസർ ഉള്ളപ്പം ഇൻഫ്ലുവൻസറിൻ്റെ ഫ്രണ്ടായിരിക്കുന്ന സമയത്ത് ഒരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ജാസ്മിൻ ഇല്ലാണ്ടൊരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഫോളോവേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കാം ഗബ്രി അവിടെ ഈ ഒരു നാളെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതങ്ങ് പൊളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം റോക്കിയൊക്കെ കളിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം എടുത്തിട്ട് തന്നെ കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവരെന്ത് മണ്ടന്മാർ, ഇവർ ഇത്രയും കാണിച്ച് കൂട്ടിയിട്ട് ജാസ്മിൻ്റെ
ഇതൊന്നും ഓളമൊന്നും അല്ലായിരുന്നല്ലോ, ഇതൊന്നും അല്ലായിരുന്നു, നല്ല കരയുന്നവരെയായിരുന്നല്ലോ. അതിനു മുമ്പ് രാവിലെയൊക്കെ എന്തോ നാടകമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് അത് പൊളിഞ്ഞു എന്നുള്ളതാണ്. ബിഗ് ബോസ് കാണിച്ചത് പരമ ചരിത്രം, വെറും ചരിത്രം എന്ന് പറഞ്ഞാൽ വെറും ചരിത്രമാണ് ഗൈസ്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇതിപ്പം അവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് അങ്ങനെയാണ്. ഒന്നെങ്കിൽ ബിഗ് ബോസ് ആ ഓഡിയോ കേൾപ്പിക്കണം എന്താണ് പറഞ്ഞെന്നുള്ളത്. ഇപ്പം ഇവൻ ഇതുള്ളതാണ് പറയുന്നതെങ്കിലും, അതായത് ഇങ്ങനെ കളിക്കല്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സമാനമുണ്ടല്ലോ. ഇതങ്ങനെ ഇല്ല, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ മോശമായി പോയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.